അല്പസമയത്തിനകം ആലൻ ഷിറിന്റെ സംസ്കാരം നടക്കും. പക്ഷേ ആലനെ അവസാനമായി കാണാൻ ഇപ്പോഴും ആളുകൾ ക്യൂ ആയി കാത്തു നിൽക്കുകയാണ് എന്നതാണ്. മണിക്കൂറുകളായി അവിടെ ക്യൂവിൽ കാത്തു നിൽക്കുന്ന ആളുകൾ കഴിഞ്ഞ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ആലിന് ആദരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. തനിക്ക് ജീവിതത്തിലുണ്ടായ ഇതുപോലെയുണ്ടായ ഒരു അനുഭവം, സമാന അനുഭവം, അതിൻ്റെ വേദന പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് പറയുകയായിരുന്നു സുരേഷ് ഗോപി. താൻ കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടതാണ്. പകുതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രകാരം ആലൻ ഷിറിനെ കാണാൻ എത്തുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ അനുശോചനം കൂടി അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇത് വലിയൊരു പ്രവൃത്തിയാണ് ആലൻ ഷിറിൻ്റെ മാതാപിതാക്കൾ ചെയ്തത്. ആലൻ ഷിറിൻ ദൈവമാണ് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ ഉള്ള സമയമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ 3 മണിയെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. 4 ആകാറാകുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ കണ്ടു തീർന്നിട്ടില്ല ആലൻ ഷിറിനെ. ആളുകൾ കണ്ട് ക്യൂ ആയി ഇങ്ങനെ കാത്ത് നിന്ന് കണ്ട് പോകുന്ന ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലരും വിങ്ങിപ്പൊട്ടുന്നുണ്ട്. പലരുടെയും കണ്ണുകൾ ഈറനണിയുന്നുണ്ട് ആലിനെ കാണുമ്പോൾ. ആദ്യമായാണ് അവർ ഒക്കെ ആലിനെ കാണുന്നത് പലരും. പക്ഷേ അത് ഈ തരത്തിലേക്ക് ഒരു കാഴ്ച എന്നുള്ളത് പക്ഷെ വലിയൊരു ദൗത്യം നിറവേറ്റിക്കൊണ്ടാണ് പൊന്നോമന നമ്മളോടൊക്കെ വിട പറഞ്ഞ് പോകുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. അത് രാജ്യത്ത് ഈ തരത്തിലേക്ക് 2-3 കുട്ടികൾ മാത്രമാണ് അവയവങ്ങൾ ദാനം ചെയ്തിട്ടുള്ളത് എന്നത് ആ കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുകയും ചെയ്തു. നമ്മളത് കേട്ടതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് അവയവങ്ങൾ ദാനം ചെയ്ത് മടങ്ങിപ്പോകുന്നത്. 5 പേർക്കാണ് ആലൻ ഷിറിൻ പൊതുജീവൻ നൽകിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ വലിയ ഒരു ജനാവലി ആലിനെ കാണാനും യാത്ര അയക്കാനും ഒക്കെയായി എത്തുന്നുണ്ടായിരുന്നു. ആ ഒഴുക്കിപ്പോഴും തുടരുന്നു എന്നതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങോട്ട് എത്തി. അവിടെ അല്പസമയം കുടുംബത്തിനൊപ്പം ചെലവഴിച്ചവർ മടങ്ങുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. തലം ഔദ്യോഗിക ബഹുമതികളോടെയാണ് ആലൻ ഷിറിനെ യാത്ര അയക്കുന്നത്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വളരെ വികാരനിർഭരമായൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തു. അതുപോലെ പല പ്രമുഖരും, മോഹൻലാൽ ഉൾപ്പെടെ പല പ്രമുഖരും അങ്ങനെ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ആ കുഞ്ഞ് ചെറിയ കുഴിമാടമാണ്. ആലിന് ഉറങ്ങാനുള്ള അവസാന യാത്ര. ഇപ്പോൾ ഇതാ ആ മൃതദേഹം അവിടെ നിന്ന് എടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷിജോ ഉണ്ട് പുതിയ വിവരങ്ങളുമായി. ഷിജോ, മൃതദേഹം അവിടെ നിന്ന് എടുക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? സംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണ്. മധ്യകേരള മഹായിടവയുടെ ബിഷപ്പ് മലയിൽ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷ കർമ്മങ്ങളാണ് ആലൻ ഷിറിൻ അബ്രഹാമിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് പള്ളിക്ക് മുമ്പിൽ തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് വെച്ച് പോലീസ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുള്ള യാത്രയയപ്പ് നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്നലെ ഇക്കാര്യം പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ബഹുമതികളും നൽകിയായിരിക്കും ആലൻ ഷിറിൻ അബ്രഹാമിനെ യാത്രയാക്കുക എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. അതുപ്രകാരമുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ എത്രയോ ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് അവസാനമായിട്ട് ആലൻ ഷിറിൻ അബ്രഹാമിനെ കാണാനായിട്ട് ഈ പള്ളിയിലേക്ക്, നെടുങ്ങാട് പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകുന്ന സ്ഥലത്ത് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഒരു റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് അവിടെ പ്രത്യേകം തയ്യാറാക്കി വെള്ളം വെച്ച ഒരു മേശയിലായിരിക്കും ആ കുഞ്ഞു മാലാഖയുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള യാത്രയയപ്പ് ആ കുരുന്നിന് നൽകും. ആ കുരുന്നിനെ അവസാനമായി ഒന്ന് കാണാനായിട്ട് ഈ കേരളത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നത് നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. മല്ലപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രി രാവിലെ 7 മണിക്ക് മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന മൃതദേഹം അവിടെ വെച്ച് തന്നെ ഏതാണ്ട് 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെ 8 മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 8 മണി മുതൽ 2 മണി വരെ വീട്ടിൽ നടത്തിയ പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു. തിരുവല്ലയിലും മല്ലപ്പള്ളിയിലും പത്തനംതിട്ടയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാനായിട്ട്, ആലൻ ഷിറിൻ അബ്രഹാമിനെ അവസാനമായി ഒന്ന് കാണാനായിട്ട് ഈ പള്ളിയിലേക്കും വീട്ടുകളിലേക്കും ഒക്കെ എത്തിയിരുന്നു. എന്തായാലും മൃതദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ വെച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷം പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഇടതുവശത്തുള്ള സെമിത്തേരിയിലേക്ക് കുഞ്ഞിനെ
ഒടുവിലെ യാത്രയ്ക്കായി ഞാനിന്ന് പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മാലാക കേരളത്തിന് തണലായി മാറുകയാണ്. കേരളത്തിന് എക്കാലത്തും മാതൃകയാക്കാവുന്ന, എക്കാലത്തും ഓർമ്മിക്കാവുന്ന തരത്തിലുള്ള വലിയൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞു മാലാക തന്റെ 10ാം മാസത്തിലെ താൻ എന്തിനും ഈ ഭൂമിയിലേക്ക് വന്നു, ആ കർത്തവ്യം നിറവേറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത നിത്യതയിലേക്ക് പോകുന്നത്. ഹ്രസ്വകാലത്ത് മാത്രമായിരുന്നു ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം. ആ ഹ്രസ്വകാലത്തെ സമയം കൃത്യമായി പൂർത്തിയാക്കി 10ാം മാസത്തിൽ അപകടത്തിലൂടെ മരണപ്പെട്ട ആ കുഞ്ഞ് നിത്യതയിലേക്ക് പോവുകയാണ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആ യാത്രയിലേക്ക് ആ കുഞ്ഞ് പോകുന്നു. ആ കുഞ്ഞിന് യാത്രയാക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നിൽക്കുന്ന ഒരാളുകൾ പോലും കണ്ണിൽ ഈറനണിയാത്തൊരു കണ്ണുകൾ പോലുമില്ല. കാരണം ഒരു കുഞ്ഞാണ്. എല്ലാവരും മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങളെ അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടി കുഞ്ഞുങ്ങളെ തൊടുന്ന, താലോലിക്കുന്ന, എടുക്കുന്ന ആ കൈകൾ കൊണ്ട് അവരെ ഒരു കുഞ്ഞിനെ കണ്ടാൽ തലോടാനും താലോലിക്കാനും തോന്നാത്ത ആരാണ് നമുക്ക് ചുറ്റുമുള്ളത്? അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.